മെഗാ ഒപ്പീനിയൻ പോൾ തുടരുന്നു. വാർത്താരംഭം ഇന്നലെ ആരംഭിച്ചത് ന്യൂസ് 18 നടത്തുന്ന മെഗാ ഒപ്പീനിയൻ പോളിന്റെ വിശദാംശങ്ങളുമായി ആയിരുന്നു. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട സർവേ. ആ സർവേയുടെ വിശദാംശങ്ങൾ രാഷ്ട്രീയ കേരളം മാത്രമല്ല ദേശീയ തലത്തിൽ അടക്കം വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും എന്ന് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 2 സീറ്റുകൾ NDA നേടും എന്നാണ് ഈ സർവേയിൽ വ്യക്തമായിട്ടുള്ളത്. LDF 4 UDF 14 സീറ്റുകൾ നേടും. ഉത്തർപ്രദേശിൽ BJPക്ക് ക്ലീൻ സ്വീപ്പ് ആണ് സർവേയിൽ പറയുന്നത്. 80-ൽ 77 സീറ്റുകൾ ഇത്തവണ BJP നേടും എന്നാണ് സർവേ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും 1 സീറ്റ് BSPക്ക് ലഭിക്കും എന്നുമാണ് സർവേ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMKക്ക് സീറ്റുകൾ കുറയും. 39 സീറ്റുകളിൽ നിന്ന് 30 സീറ്റിലേക്കാണ് DMK താഴുക. 5 സീറ്റിൽ NDA വിജയിക്കും എന്നും പ്രവചനമുണ്ട്. 4ഇടത്ത് ADMK ആണ് വിജയിക്കാൻ സാധ്യത. ബീഹാറിലെ 40 സീറ്റിൽ 38 സീറ്റും NDA നേടും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ മുന്നണി നേടുക. മധ്യപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 29 സീറ്റിൽ 28 എണ്ണത്തിലും NDA വിജയിക്കുമെന്നാണ് പ്രവചനം. ഹരിയാനയിൽ 10-ൽ 10ഉം NDA സ്വന്തമാക്കും. പഞ്ചാബിൽ 13 സീറ്റിൽ 7 എണ്ണം കോൺഗ്രസ് പിടിക്കും. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും AAP ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് 1 സീറ്റ് കിട്ടും. NDA 3 സീറ്റും ശിരോമണി അകാലിദൾ 2 സീറ്റും നേടും. ഹിമാചൽ പ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങൾ പൂർണ്ണമായി NDA നേടും. 2ഇടത്തും ക്ലീൻ സ്വീപ്പ്. ഡൽഹിയിലെ 7ഉം ഹിമാചലിലെ 4 സീറ്റുകളിലും NDAക്ക് ആയിരിക്കും സമ്പൂർണ്ണ ജയം എന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവരുന്ന ഏറ്റവും വലിയ സർവേ ഫലം ആണ് ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ടത്. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ അഭിപ്രായ സർവേ ഫലം ഞങ്ങൾ ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 6 മുതൽ 10 മണി വരെയാണ് ഒപ്പീനിയൻ പോളിന്റെ 2ാം ഘട്ടം നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സർവേ ഫലം ആണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. BJPക്ക് അനുകൂലമാകുന്ന ഒരു സർവേ ഫലമാണ് നമ്മൾ പുറത്തുവിട്ടത് എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ ആണ് ഉള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളിൽ ഉൾപ്പെടെ BJP ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ഡൽഹിയും ഹരിയാനയും ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തൂത്തുവാരിയ ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്ന ഒരു പൊതുവിലയിരുത്തലിലേക്ക് ഈ സർവേ ഫലം പോയിട്ടുണ്ട്. ഒപ്പം മറ്റു ചിത്രം എങ്ങനെയാണ്? ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മൾ പുറത്തുവിടുക? അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പുറത്തു വരുന്ന ഏറ്റവും വലിയ ഒരു അഭിപ്രായ സർവേ ഫലം എന്നതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സർവേ ഫലത്തിന്റെ ഒരു പൊതുചിത്രം. തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇപ്പോഴുള്ള മനസ്സെന്താണ്, ആർക്കൊപ്പമാണ് അവരുടെ മനസ്സ് നിൽക്കുന്നത് എന്നതറിയാനാണ് രാജ്യത്തുടനീളമായി നടന്ന ഈ സർവേയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. ഇന്നലെ 9 സംസ്ഥാനങ്ങളിലെ 242 സീറ്റുകളുടെ ഫലമാണ്, അഭിപ്രായ സർവേ ഫലമാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇന്നത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കൂടുതൽ സംസ്ഥാനങ്ങളുണ്ട്. 12 സംസ്ഥാനങ്ങളാണ് ഇന്ന് കടന്നു വരുന്നത്. ഇന്നലെ ഹിന്ദി ഹൃദയഭൂമി, അതായത് രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളായി നമ്മൾ പൊതുവിലയിരുത്തപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ഇന്നലെ ഉൾപ്പെട്ടിരുന്നു. ഇന്നും അത്തരം സംസ്ഥാനങ്ങൾ ആ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് 276 സീറ്റുകളുടെ ഫലമാണ്, ഇന്ന് അഭിപ്രായ സർവേ ഫലമാണ് നമ്മൾ പുറത്തുവിടുക. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയത്തായിരിക്കും സുവ്യക്തമായുള്ള ഈ ഫലം നമ്മൾ പുറത്തേക്ക് വരിക. ഇന്നലത്തെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന
പ്രധാനം കേരളമാണ്. മലയാളികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അഭിപ്രായ സർവേ ഫലം ആർക്ക് അനുകൂലം, എന്താണ് മലയാളികൾ ഈ വിഷയത്തിൽ കണ്ടത് എന്നതാണ് പ്രസക്തമായ കാര്യം. ഇന്നലത്തെ ഒരു ചിത്രത്തിലേക്ക് വന്നാൽ അഭിലാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് NDAക്ക് 2 സീറ്റുകൾ ഈ അഭിപ്രായ സർവേ ഫലത്തിൽ വിട്ടത്, അത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് എന്ന വിമർശനം സ്വാഭാവികമായി ഉയരും. കാരണം ഇതുവരെയും അക്കൗണ്ട് തുറക്കാത്ത NDA BJPക്ക് എന്തുകൊണ്ട് 2 സീറ്റ് എന്ന ചോദ്യമുണ്ടാവും. മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമായുള്ള 2 സീറ്റുകൾ NDAക്ക് അതായത് BJPക്ക് ലഭിച്ചേക്കാം എന്ന സാധ്യതയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള CAA വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുമ്പുള്ള ഒരു അഭിപ്രായ സർവേ വോട്ടെടുപ്പിന്റെ ഫലമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിനുശേഷം സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായേക്കാം എന്നൊരു വ്യക്തതയുണ്ട്. അത് എല്ലാ അഭിപ്രായ സർവേകളെയും പൊതുവിൽ ബാധിക്കുന്ന കാര്യവുമാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഈ തെക്കൻ കേരളത്തെയും അല്ലെങ്കിൽ മധ്യ കേരളത്തിലെയും 2 സീറ്റുകളുടെ ജയസാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഈ അഭിപ്രായ സർവേ സാധ്യതകൾ പങ്കുവെച്ച് പറയുന്നത്. ഒരുപക്ഷെ അത് 2 സീറ്റ് വരെ നേടിയേക്കാം, അല്ലെങ്കിൽ 2 സീറ്റ് പോലും ലഭിക്കാതെയും വന്നേക്കാം. അത്തരം സാധ്യതകൾ എല്ലാ ഈ സർവേകൾക്കും പൊതുവിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി, കൃത്യത സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നതാണല്ലോ. ഇനി സംസ്ഥാനത്തിൻ്റെ മറ്റു പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ 14 സീറ്റുകളിലേക്ക് UDF വരുന്നു, ഒപ്പം 4 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി LDF വിജയിച്ചു കയറുന്നു എന്നതാണ്. അതായത് LDF നില മെച്ചപ്പെടുത്തുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സർവേയുടെ ഒരു പൊതുചിത്രം. എന്നാൽ UDFന് കാര്യമായ നഷ്ടമുണ്ടാവുന്നില്ല, 14 സീറ്റിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്നലെ പുറത്തുവിട്ട ഈ സർവേ ഫലങ്ങളുടെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഈ BJP ജയിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന 2ഇടത്തും നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടക്കുന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അതായത് ചെറു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാവാം ഈ BJP സ്ഥാനാർത്ഥികളുടെ വിജയം അവിടെ ഉണ്ടാവുക എന്നതാണ്. അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് പൊതുവിൽ ഇന്നലത്തെ സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ അഭിപ്രായ സർവേ ഫലം അനുസരിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്, സീറ്റ് വോട്ടിംഗ് ഷെയർ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇങ്ങനെയാണ്. UDF 47% വരെ വോട്ട് നേടിയേക്കാം, ഇടതുമുന്നണി 32%, ഒപ്പം NDA 18% എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രമായി വരുന്നത്. സ്വാഭാവികമായും NDA അവർ വോട്ടിംഗ് ഷെയറിൽ വലിയ വർധനവ് വരുത്തുന്നുണ്ട് എന്നതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിടുന്ന ഈ കണക്കിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം. ഒപ്പം സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ, ഈ സർവേയിൽ കടന്നു വന്നിരുന്നു. അത് ആര് ജയിക്കും, ആര് തോക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യമല്ല കടന്നു വരുന്നത്. മറിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം എന്താണ്, നിങ്ങളുടെ MPയിൽ നിങ്ങൾ തൃപ്തരാണോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഓരോ MPയുടെയും പെർഫോമൻസ് പ്രത്യേകം വിലയിരുത്തി പരാമർശിച്ചു തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ പോയത്. അത് വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അത്തരം മൈന്യൂട്ട് പോയിന്റ്സുകളിലേക്ക് പോവാതിരുന്നത്. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. അതിൽ ഒന്ന്, നരേന്ദ്രമോദിക്ക് എത്ര വോട്ട് എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, മലയാളികൾ നരേന്ദ്രമോദിക്കല്ല വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, അവർ രാഹുൽ ഗാന്ധിയാണ് നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള അഭിപ്രായ സർവേ ഫലത്തിൽ വന്ന ഒരു കാര്യം. മുൻകാലങ്ങളിലും അതായിരുന്നു. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി വലിയ ഫിഗറായി നിൽക്കുമ്പോഴും മലയാളികൾ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അതിൽ സത്യസന്ധത, കഠിനാധ്വാനം, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അവിടെ കൂടുതൽ പരിഗണന കിട്ടിയിരിക്കുന്നത് മലയാളികളിൽ നിന്നുള്ളതാണ് ചിത്രമായ ഒരു കാര്യം. മറ്റൊന്നുകൂടിയുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രകടനവും സംബന്ധിച്ച ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിലും പാസ് മാർക്ക് കഴിയുന്നു സംസ്ഥാന സർക്കാരും പിണറായി വിജയനും എന്ന പ്രത്യേകതയുണ്ട്. അതിൽ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ്റെ വെരി സാറ്റിസ്ഫൈഡ് 24% പേരാണ്. ഒപ്പം കൂടുതൽ തൃപ്തികരമെന്നൊരു അഭിപ്രായത്തിലേക്ക് വന്നിരിക്കുന്നത് 16% പേരുമുണ്ട്. ഒപ്പം തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ 8%. ഇത് ഏറെക്കുറെ നോക്കുമ്പോൾ ഒരു 50-50% പിണറായി വിജയൻ്റെ ഒരു തോത്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോഴും ഈ ഒരു തോത് തന്നെയാണ് പൊതുവിൽ പ്രകടമാവുകയും ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ നിലവിൽ പുറത്തു വന്ന ഒരു പൊതുചിത്രം. മറ്റൊന്ന്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പുറത്തു വന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബീഹാർ, ഒപ്പം ഉത്തർപ്രദേശ്. ഈ 2 സംസ്ഥാനങ്ങളിലും പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്ന ഒരു BJPയുടെ ആ മേഖല, BJPയുടെ ആ ശാക്തിക മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാവുന്നില്ല. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മറ്റൊന്നാണെങ്കിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും അവിടെ BJPക്ക് തന്നെയാണ് ആധിപത്യം എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ചിത്രത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ബീഹാറിലെ 40 സീറ്റുകളിൽ 38 NDA തന്നെ വരും. കഴിഞ്ഞ തവണ അത് 39 ഉണ്ടായിരുന്നു, ഇത്തവണ അത് 38 ഒരു സീറ്റിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്നു എന്നതാണ്. UPയിലേക്ക് വരുമ്പോൾ
യു പിയിലെ ഈ 80 സീറ്റിൽ 77 ഇടത്തും NDA BJP തന്നെ എന്നതാണ് ആ ചിത്രമായി വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന സ്റ്റേറ്റുകളുണ്ട്. HP, ഹിമാചൽ പ്രദേശ്, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും ക്ലീൻ സ്വീപ്പ് BJPക്ക് അനുകൂലം എന്നതാണ് ചിത്രം. ഇനി വേഗത്തിൽ ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫലത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സംസ്ഥാനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് പശ്ചിമ ബംഗാളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രത്യേകം പരാമർശിക്കണം. കാരണം പശ്ചിമ ബംഗാൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നു, കാരണം BJP വലിയ രീതിയിൽ അവരുടെ വോട്ട് ഷെയർ അല്ലെങ്കിൽ സീറ്റ് ഷെയർ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന സംസ്ഥാനമാണല്ലോ പശ്ചിമ ബംഗാൾ. അവിടെ എന്താണ്, ഏത് രീതിയിലാണ് ചിന്തിച്ചത് എന്ന പ്രത്യേകത സ്വാഭാവികമായും ഇന്നത്തെ ഫലത്തിൽ വരുന്നു. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. വലിയ രാഷ്ട്രീയ ചരടുവലികൾ നമ്മൾ കണ്ട മഹാരാഷ്ട്ര എങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നു എന്ന ഫലവും ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടക മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. കാരണം കോൺഗ്രസ് കർണാടകയിൽ ഭരണം പിടിച്ചതിന് ശേഷം നടക്കുന്ന ഒരു അഭിപ്രായ സർവേ കൂടിയാണ്. സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയ മാറ്റം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ, എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെടുക്കുന്ന നിലപാട് എന്നതും ഇന്നത്തെ ദിവസം നമുക്കറിയാൻ കഴിയുന്നതാണ്. തെലങ്കാന, കോൺഗ്രസ് പിടിച്ച മറ്റൊരു സംസ്ഥാനം. തെലങ്കാനയുടെ ഫലവും ഇന്നത്തെ ഈ നമ്മുടെ അഭിപ്രായ സർവേയെ ആകാംക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകങ്ങളാണ്. ആന്ധ്രാപ്രദേശും രാജസ്ഥാനും പോലെയുള്ള സംസ്ഥാനങ്ങളുമൊക്കെ. സജിത്ത്, ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ അടക്കം ഈ വാർത്ത പുറത്തു പോകുമ്പോൾ അതിനു പിന്നിലായി നമുക്ക് നിരവധി കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ സാധിക്കുന്നു, അത് സജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു, കേരളത്തിൽ ജനങ്ങൾ UDF-നൊപ്പമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തവണ BJP തൂത്തുവാരും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP വലിയ ആധിപത്യം പുലർത്തിയിരുന്നു ഉത്തർപ്രദേശിൽ. അവിടെ സീറ്റ് നില 77ലേക്ക് ഉയരുമ്പോൾ അവിടെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പൗരത്വ നിയമം പോലെയുള്ള വിഷയങ്ങളുണ്ട്. 370 സീറ്റുകൾ ആണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പൗരത്വ നിയമം അടക്കം ഇപ്പോൾ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്നതിൽ നിന്ന് ഒരു സീറ്റ് അധികമെങ്കിൽ ഒരു സീറ്റ് അതിലൂടെ അധികം നേടുക എന്ന ഒരു ലക്ഷ്യം BJP മുന്നോട്ട് വയ്ക്കുന്നു. അത് സർവേയിൽ പ്രതിഫലിക്കുന്നു, അത് നമ്മൾ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമുക്ക് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു, ഏതൊക്കെ മേഖലയിലായിരുന്നു സർവേ എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, കൃത്യമാണ് ആ നിരീക്ഷണം. അതായത് ഈ അയോധ്യ എന്ന പ്രധാനപ്പെട്ട വിഷയം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവർക്ക് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൻ്റെ സൂചന കൃത്യമായും ഈ സർവേ ഫലത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ തുടർച്ചയായി 10 വർഷം ഭരിച്ച 2 തവണയായി അധികാരത്തിലിരുന്ന ഒരു സർക്കാർ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ് ആൻറ്റി ഇൻക്യൂബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത്തരം ആൻറ്റി ഇൻക്യൂബൻസിയെ ഒക്കെ മറികടക്കാൻ ഒരുപക്ഷെ BJPക്ക് അയോധ്യ പോലെയുള്ള കാര്യങ്ങൾ സാധിച്ചേക്കാം എന്ന സൂചന ഇതിലുണ്ട്. അതാണ് ഒരുപക്ഷെ ഹിന്ദി മേഖലയിലെ ഈ വോട്ടിംഗ് ശതമാനവും BJPക്ക് അവിടെ യാതൊരു തകർച്ചയും ഉണ്ടാവുന്നില്ല എന്ന നമ്മുടെ സർവേ ഫലം നൽകുന്ന സൂചനയും അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കാണേണ്ടി വരും. കാരണം അയോധ്യ പോലെയുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, അത് തീർച്ചയായും ഹിന്ദി മേഖലകളിലാണ്. അത് UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഫലങ്ങളിൽ വരുന്ന സംസ്ഥാനങ്ങളിൽ അതിൻ്റെ കൃത്യമായ സൂചനകൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് നഷ്ടമുണ്ടാവുന്നില്ല എന്നതാണ്. മറ്റൊന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദി മേഖലയിൽ എന്തു ചിന്തിക്കൂ എന്നതല്ല കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അത് തമിഴ്നാടിൻ്റെ ചിത്രവും അങ്ങനെ തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലും അവിടെ DMKക്ക് സീറ്റിൽ കുറവുണ്ടാവുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ കാര്യമായ നഷ്ടം DMKക്ക് ഉണ്ടാവുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട്ടിൽ 5 സീറ്റിൽ BJP ജയിച്ചേക്കാമെന്നൊരു സാധ്യതയും നമ്മുടെ സർവേ ഫലത്തിൽ ഇന്നലെ കാണുന്നുണ്ട്.